സമരം ഭീകരമാണിവിടം. ഭയന്നു പോയി ഞാൻ ഭൂതല സുഖമൻ ഭാവിയിലുതകാതാ ശോകാകുലനായി വരുന്നു ഞാൻ ജീവിത ഭാരവുമാ. കാരുണ്യത്തിൻ കലവറയാം പാതേ ചേർന്നിടുവാൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ ചിന്താവിഷയം ക്രിസ്തു രക്ഷയുടെ കൂടാരം എന്നുള്ളതാണ്. ഇന്നത്തെ വേദഭാഗത്ത് നാം കാണുന്നത് സക്കായിയുടെ ജീവിതത്തിലെ അത്ഭുതകരമായ മാറ്റമാണ്. എരിഹോ പട്ടണത്തിൽ വസിച്ചിരുന്ന നികുതി പിരിവുകാരനായി സക്കായി സമ്പന്നനായിരുന്നെങ്കിലും ജനങ്ങൾക്കിടയിൽ അവഗണിക്കപ്പെട്ടവനായിരുന്നു. അവൻ്റെ ഉള്ളിൽ യേശുവിനെ കാണുവാൻ ആഗ്രഹം ജനിച്ചപ്പോൾ അതവൻ്റെ ജീവിതത്തെ തന്നെ മാറ്റി മറിക്കുന്നു. ഉയരത്തിൽ കുറിയവനായിരുന്ന സക്കായിക്ക് പുരുഷാര നിമിത്തം യേശുവിനെ കാണുവാൻ കഴിയാതെ വന്നപ്പോൾ അവനൊരു കാട്ടത്തെ മരത്തിൽ കയറുന്നു. യേശുവിനെ കാണുവാൻ സത്യസന്ധമായ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഏത് തടസ്സങ്ങളെയും മറികടക്കാം. രക്ഷയുടെ ആദ്യപടി നമ്മുടെ ഉള്ളത്തിൽ ജനിക്കുന്ന ആഗ്രഹമാണ്. യേശു സക്കായി ഇരുന്ന മരത്തിൻ്റെ അരികിലെത്തി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ പാർക്കണം എന്ന് ആവശ്യപ്പെടുമ്പോൾ, പ്രിയരെ, യേശു നമ്മെ പേർ ചൊല്ലി വിളിക്കുന്നവനാണ്. രക്ഷ നമ്മൾ അന്വേഷിക്കുന്നതല്ല, ദൈവം നമ്മെ അന്വേഷിക്കുന്നതാണ് എന്ന് നാം തിരിച്ചറിയണം. സക്കായി സന്തോഷത്തോടെ യേശുവിനെ തൻ്റെ വീട്ടിൽ സ്വീകരിച്ചപ്പോൾ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഇവിടെ വീട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം, നമ്മുടെ ജീവിതം എന്നിവയെ പ്രതിനിധീകരിക്കുകയാണ്. യേശു നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ പാപം പുറത്താകും, സമാധാനം വസിക്കും, രക്ഷ സ്ഥിരമായി തീരും. യഥാർത്ഥ രക്ഷ മാനസാന്തരമാണ്. അത് ജീവിതത്തിലെ മാറ്റങ്ങളാണ്, നീതിയുടെ പ്രവൃത്തികളുമാണ്. ഇവിടെ സക്കായി പറയുന്നു, ഞാൻ എൻ്റെ വസ്തുവകൾ വിറ്റ് പകുതി ദരിദ്രന്മാർക്ക് നൽകും, ചതിവായി വാങ്ങിയത് 4 ഇരട്ടിയായി മടക്കി നൽകും. പ്രിയരെ, യേശുവിനെ ജീവിതത്തിൽ സ്വീകരിച്ചാൽ രക്ഷയുടെ കൂടാരം നമ്മുടെ ജീവിതത്തിൽ സ്ഥാപിതമാകും. രക്ഷയുടെ കൂടാരം നമ്മൾ സ്ഥാപിതമായാൽ നമ്മുടെ സമസ്ത ജീവിതങ്ങളിലും മാറ്റം സംഭവിക്കും. ഈ നാളുകളിൽ രക്ഷയുടെ കൂടാരം നമ്മൾ സ്ഥാപിതമാകുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് രൂപപ്പെടുത്താം. പ്രാർത്ഥിക്കാം. കർത്താവേ, സക്കായിയെപ്പോലെ നിന്നെ അന്വേഷിക്കുവാനുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.